കോഴിക്കോട് സൗത്ത് ബീച്ചിൽ നിന്നും ബേപ്പൂരിലേക്കുള്ള 11 കിലോമീറ്റർ ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കടൽ തീരമാണ്. പുഷ്പ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ഫ്രാൻസിസ് റോഡ് ബീച്ചിൽ അവസാനിക്കുന്ന ഭാഗത്തു നിന്നും തുടങ്ങിയാൽ കോത്തി പാലത്തിലേക്ക് 1 കിലോമീറ്റർ ദൂരമുണ്ട്. 20 മിനിറ്റ് നടന്നാൽ കോത്തി പാലത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഈ ഭാഗത്ത് പുതിയ ഫുട്പാത്തുകളും ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നല്ല ഫ്രഷായ മത്സ്യം വാങ്ങിക്കുവാൻ കിട്ടും. ധാരാളം ആളുകൾ ദൂരദിക്കുകളിൽ നിന്നും ഇവിടെ വന്ന് മത്സ്യം വാങ്ങിച്ചു കൊണ്ടുപോയി ടേസ്റ്റിയായ വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. വമ്പിച്ച ബിസിനസ് ഉള്ളതുകൊണ്ട് ചില മത്സ്യക്കടകൾ നല്ലപോലെ ഇല്ലുമിനേറ്റ് ചെയ്ത് ഉയർന്ന ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ബീച്ചിൽ നല്ല വീതിയുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് പിക്നിക് നടത്തുന്നവർക്ക് സുപ്രവിരിച്ച് ഭക്ഷ്യവിഭവങ്ങൾ വിളമ്പി സായാഹ്നം ആസ്വദിക്കുവാൻ നല്ല സൗകര്യമുണ്ട്. കുറ്റിച്ചിറ ബിരിയാണി സെന്ററും ഗുജറാത്തി സ്ട്രീറ്റും ഈ ഭാഗത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഹാങ് ഔട്ടുകളാണ്. കങ്കാരു കഫേ പോലെ ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെട്ട കോഫി ഷോപ്പുകളും ഇവിടെയുണ്ട്. കോഴിക്കോട്ടെ ഏറ്റവും അറിയപ്പെടുന്ന ജമാഅത്ത് പള്ളിയായ കണ്ണമ്പറമ്പ് മോസ്ക് ഇവിടെയാണ്. വലിയൊരു മക്ബറയും ഇവിടെയുണ്ട്. നൈനാൻ വളപ്പ് ഗ്രാമവും ഈ ഭാഗത്ത് തന്നെയാണ്. ഫുട്ബോളിൽ വലിയ താല്പര്യമുള്ളവരാണ് നൈനാൻ വളപ്പുകാർ. ഇവിടെ ഒരു മിനി സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ഫുട്ബോൾ മത്സരങ്ങൾ ഹൈ പാർട്ടിസിപ്പേഷൻ കൊണ്ട് ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അമേരിക്കൻ സ്വീറ്റ് കോൺ വിൽക്കുന്ന വ്യാപാരികളും ഇവിടെയുണ്ട്. 30 രൂപ മാത്രമേ ഒരു കപ്പ് അമേരിക്കൻ സ്വീറ്റ് കോണിന് ചാർജ് ചെയ്യുന്നുള്ളൂ. കോത്തി പാലം ഒരു ടൂറിസ്റ്റ് ആകർഷണീയതയായി മാറിക്കൊണ്ടിരിക്കുന്നു. ധാരാളം സന്ദർശകരുണ്ടെങ്കിലും അവർക്ക് വേണ്ട ഒരു സൗകര്യവും ഇവിടെ ഏർപ്പാടാക്കിയിട്ടില്ല. പാലത്തിനടിയിലൂടെ കല്ലായിപ്പുഴയിലൂടെ ബോട്ടുകൾ നീങ്ങുന്നത് വീക്ഷിച്ചുകൊണ്ട് ആളുകൾ ഇവിടെ സായാഹ്നം ആസ്വദിക്കുന്നു. ഇവിടെ നിന്നും 10 മിനിറ്റ് നടന്നാൽ ചക്കുംകടവ് ജംഗ്ഷനിൽ എത്തിച്ചേരാൻ പറ്റും. മഞ്ഞ നിറമുള്ള ഒരു വലിയ ജുമാ മസ്ജിദും ഈ ജംഗ്ഷനിലുണ്ട്. കോയാസ് ഹോട്ടൽ ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നിന്നും ചക്കുംകടവ് ജംഗ്ഷനിലേക്കുള്ള ഫുട്പാത്ത് മോട്ടോർ സൈക്കിളുകൾ കടന്നു പോകാൻ മാത്രം വീതിയുള്ളതാണ്. നല്ല തിരക്കുള്ള ഒരു അങ്ങാടിയാണ് ചക്കുംകടവ് ജംഗ്ഷൻ. ഇവിടെ നിന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരിട്ട് ബസ് സർവീസ് ഉണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലെ എൽ എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലാണ് ചക്കുംകടവ് ജംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ നിന്ന് പയ്യാനക്കലേക്കുള്ള റോഡ് വലിയ വീതിയുള്ളതല്ല. 6 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഗോദീശ്വരം ബീച്ചിൽ എത്തിച്ചേരാൻ പറ്റും. നടക്കുകയാണെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും വേണ്ടിവരും. ഈ ഭാഗത്ത് നല്ല മലപ്പുറം പത്തിരിയും കോഴിക്കറിയും ലഭിക്കും. മാറാട് ബീച്ചിലേക്കുള്ള റോഡ് വളരെ ഇടുങ്ങിയതാണ്. എങ്കിലും സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്നുണ്ട്. ഇവിടെയും ഫുട്ബോൾ ഭ്രമം ശക്തമാണ്. ബീച്ചിൽ സന്ദർശകർ വളരെ കുറവാണ്. മാറാട് ഭാഗത്ത് ബീച്ചിലേക്കുള്ള റോഡും വളരെ ഇടുങ്ങിയതാണ്. ഇവിടെ നിന്നും ഗോദീശ്വരം ഭാഗത്തേക്കുള്ള റോഡ് ഓട്ടോറിക്ഷകൾക്ക് കടന്നു പോകാൻ മാത്രം വീതിയുള്ളതാണ്. എങ്കിലും ഈ വഴി ബേപ്പൂർ ഫറൂഖ് ഭാഗത്തേക്ക് ബസ് സർവീസ് ഉണ്ട്. ചെറിയ ബസ്സുകളായതുകൊണ്ട് അവക്ക് എളുപ്പം ഈ വഴി കടന്നു പോകാൻ പറ്റുന്നു. ഗോദീശ്വരം ബീച്ച് ടൂറിസ്റ്റ് മാപ്പിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ബീച്ച് ഗാർഡൻ എന്ന ടൂറിസ്റ്റ് ഹോട്ടൽ ഒരു ദിവസം 3000 രൂപ നിരക്കിൽ വിദേശികൾക്ക് മുറികൾ കൊടുക്കുന്നു. ഇവിടെ നിന്നും ബേപ്പൂർ ബീച്ചിലേക്ക് 3 കിലോമീറ്റർ ദൂരമുണ്ട്. ബേപ്പൂർ ഹൈസ്കൂളിന്റെ മുമ്പിൽ കൂടി മെയിൻ റോഡിൽ പ്രവേശിക്കുന്നു. ബേപ്പൂർ ഹൈസ്കൂളിന്റെ ചുറ്റുവട്ടം ഒരു വലിയ അങ്ങാടി ഉണ്ടായി വന്നിട്ടുണ്ട്. 1 കിലോമീറ്റർ ദൂരം നടന്നാൽ ബേപ്പൂർ ബീച്ചിലും ബേപ്പൂർ പുലിമുട്ടിലും എത്തിച്ചേരാൻ പറ്റും. കടലിലേക്ക് 1 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഈ പുലിമുട്ട് വാഹനങ്ങൾ അനുവദിക്കാത്ത ഒരു ഫുട്പാത്താണ്. ഇവിടെ നിന്നും ചാലിയം ബീച്ചിലേക്ക് ജങ്കാർ സർവീസുമുണ്ട്.